എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, മിക്ക ആൾക്കാർക്കും ഗ്യാസ് ഉണ്ടാവാറുണ്ട്. ഗ്യാസ് എന്ന് പറയുന്ന സമയത്ത് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ഗ്യാസാണ്. ഗ്യാസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദഹന പ്രക്രിയ തീർത്തും തെറ്റാണ്. അപ്പോൾ ദഹനമില്ലായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പല രോഗങ്ങളും വരും. അത് ചിലപ്പോൾ ജലദോഷം മുതൽ ക്യാൻസർ വരെ ഏത് രോഗവും വരാനുള്ള സാധ്യതയുണ്ടെന്ന് ആയുർവേദം പറയുന്നു. അതായത് അജീർണം സർവ്വരോഗിക കാരണം. അതായത് നമ്മുടെ വയറ്റിൽ അജീർണം ഉണ്ടാവുകയാണെങ്കിൽ, ഭക്ഷണം ശരിക്കും ദഹിക്കുന്നില്ല എങ്കിൽ രസരക്താദി സപ്തധാതുക്കൾ ഉണ്ടാവില്ല. അതിന് പകരം ആമം എന്ന് പറയുന്ന വിഷം ഉണ്ടാവും. ഈ ആമവിഷം ശരീരത്തിൽ എവിടെ പോയിട്ട് ഡിപ്പോസിറ്റ് ആവുന്നോ അതിൻ്റെ പേരിൽ ആ രോഗം അറിയപ്പെടും. ഉദാഹരണമായിട്ട് ഹൃദയത്തിൽ പോവുകയാണെങ്കിൽ നമ്മളതിന് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. കിഡ്നിയിൽ പോയി കിടക്കുകയാണെങ്കിൽ നമ്മളതിന് കിഡ്നി സ്റ്റോൺ എന്ന് പറയും. അതേപോലെ തന്നെ ഈ സാധനം എവിടെയൊക്കെ പോയിട്ട് കിടക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് രോഗത്തിൻ്റെ പേര്. ഇപ്പോൾ ഒരു രോഗം മാത്രമേ ഉള്ളൂ അന്ന് നമ്മൾ മനസ്സിലാക്കണം, അതായത് ആമം. അതിനങ്ങോട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഗ്യാസ് വരുന്നു എന്നതിനർത്ഥം നമ്മുടെ ജഠരാഗ്നി വളരെ കമ്മിയാണെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരു അടുപ്പിൽ കുറച്ച് മാത്രം വിറകുണ്ടെന്ന് വിചാരിക്കുക, അതിൽ അല്പം തീ മാത്രമേ ഉള്ളൂ. അപ്പം നിറയെ വിറക് നമ്മൾ ഇടുകയാണെങ്കിൽ പിന്നെ അവിടെ പുകയുണ്ടാവുള്ളൂ, പിന്നെ തീ ഉണ്ടാവില്ല. നല്ലപോലെ തീ ഉണ്ടാകുന്ന സമയത്താണ് അതിൽ എന്തിട്ട് കഴിഞ്ഞാലും നല്ലപോലെ കത്തുന്നത്. നമ്മൾ ചെറുതായിട്ടുള്ള കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസ്, അസിഡിറ്റി ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ നല്ലപോലെ ആക്റ്റീവായിരുന്നു, ശരീരം കൊണ്ട് നമ്മൾ ഒരുപാട് അധ്വാനിക്കും. അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മൾ വലുതാകും തോറും നമ്മുടെ അധ്വാനം കമ്മിയായി, നമ്മുടെ കായികാധ്വാനം കമ്മിയായി കഴിഞ്ഞ് നമ്മുടെ ആവശ്യകത കമ്മിയായി. പക്ഷേ നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നു. അത് കാരണം ഈ ഗ്യാസ്, അസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്നു. ഈ ഗ്യാസ്, അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ചായ, കാപ്പി തന്നെയാണ്. ഇത് ആദ്യം നമ്മൾ നിർത്തണം. 2 പാലും പാലുൽപ്പന്നങ്ങളും. 3 ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇവർ നിർത്തണം. കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറണം. ഇത് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു വെള്ളം ഉണ്ടാക്കി നമുക്ക് കുടിക്കാം. ഈ വെള്ളം വളരെ ഫലപ്രദമാണ് ഗ്യാസിന്. അതിന് വേണ്ടത് ഉലുവയും ജീരകവുമാണ്. ഇത് രണ്ടും വറുത്തതിന് ശേഷം ആവശ്യത്തിനെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളപ്പിച്ച ശേഷം ആ വെള്ളത്തിൽ ഇതിടാം. അല്ലെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം രണ്ടും കൂടി പൊടിച്ചതിന് സമാസമം എടുത്ത് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം 1 സ്പൂൺ അതിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഓഫീസിലും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും പോകുന്ന സമയത്ത് ഈ വെള്ളം കൊണ്ടുപോകുന്ന ഒരിക്കലും പ്ലാസ്റ്റിക്കിലാകാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായി. ഒരു കുപ്പി ഗ്ലാസ്സിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. കുപ്പിയിലായിരിക്കണം ഈ വെള്ളങ്ങളൊക്കെ വെക്കേണ്ടത്. കുട്ടികൾക്ക് മിക്കവാറും എല്ലാവർക്കും സ്കൂളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കൊടുക്കുന്ന ശീലം മുഴുവൻ തെറ്റാണ്. അത് നിർത്തുന്നതാണ് നല്ലത്. കുപ്പിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുപ്പിയിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിന് മറ്റൊരു പ്രയോഗം എന്ന് പറയുന്ന സമയത്ത് ആര്യവേപ്പില എടുക്കുക. ആര്യവേപ്പില, പച്ച വേപ്പില, ആര്യവേപ്പില എടുത്തതിന് ശേഷം 2 ദിവസം നിഴലിത്തിട്ട് ഉണക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം അതിനെ ഒരു ചട്ടിയിലിട്ടതിന് ശേഷം എണ്ണയൊന്നും ചേർക്കാതെ അതിനെ വറുക്കുക. തൊട്ടാൽ ഒടിയുന്ന പരുവം വരെ വറുക്കണം. ഒരു പിടി അതെടുക്കുക. പിന്നെ ഒരു 1/4 കിലോ അവിലെടുക്കുക. 1/4 കിലോ, 1/2 കിലോ അവിലെടുക്കുക. അവിലെടുത്തിട്ട് അവിലിനെ നല്ലപോലെ ഒന്ന് വറുക്കുക. വറുത്തതിന് ശേഷം രണ്ടും കൂടി തണുത്തതിന് ശേഷം വേറെ വേറെ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം രണ്ടും കൂടി ഒന്നാക്കുക. ഒന്നാക്കിയതിന് ശേഷം ഈ ചൂർണം നമ്മൾ ഭക്ഷണത്തിന് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മുൻപോ കുറച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയമോദകം നമ്മൾ വറുത്തതിന് ശേഷം 1 സ്പൂൺ അയമോദകം കഴിച്ചു കഴിഞ്ഞാൽ 1000 ഭക്ഷണത്തെയും അയമോദകം ഒരേ സമയത്ത് ജീർണമാക്കും എന്നാണ് പഴഞ്ചൊല്ല്. അത്രയും ഗുണകരമാണ് ഈ അയമോദകം എന്ന് പറയുന്നത്. അതൊന്ന് വറുത്തതിന് ശേഷം 1 സ്പൂൺ ഭക്ഷണം ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന 2 ഏലയ്ക്ക ഭക്ഷണം കഴിച്ചതിന് ശേഷം ചവച്ച് തിന്നുക, ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ 2 ഗ്രാമ്പു നമ്മൾ ഭക്ഷണശേഷം ചവച്ച് തിന്നുക, ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പെരിഞ്ജീരകം 1 സ്പൂൺ എടുത്തതിന് ശേഷം ഭക്ഷണശേഷം കഴിക്കുക, ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന, വീട്ടിൽ ചെയ്യാവുന്ന ഗൃഹവൈദ്യമാണ്. ഇനിയിപ്പോൾ ഗ്യാസ് വന്നു എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻ്റ് ജീവിതത്തിൽ ഒരുപാട് ഗ്യാസ് എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്നവർ, അവർ ചെയ്യേണ്ട എന്താണെന്ന് പറയുന്ന സമയത്ത് ആഴ്ചയിൽ 1 ദിവസം അവർ ഉപവസിക്കണം. അത് നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക. അന്ന് ചെറുനാരങ്ങ നീര് മാത്രം കഴിച്ചിട്ട് അവർ ഉപവസിക്കുക, അല്ലെങ്കിൽ വെള്ളം മാത്രം കഴിച്ചിട്ട് ഉപവസിക്കുക. അതും പറ്റില്ലെങ്കിൽ ജ്യൂസ് മാത്രം കഴിച്ചിട്ട് ഉപയോഗിക്കില്ലെങ്കിൽ, ഒന്നും പറ്റില്ലെങ്കിൽ അന്ന് ഫലാഹാരം മാത്രമാക്കുക. അങ്ങനെ 1 ദിവസം റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഒരു 6 ദിവസവും നമ്മുടെ വയറ് ശരിക്കും പ്രവർത്തിക്കും. അതായത് ഒരു വ്യക്തിയെ നമ്മൾ അധ്വാനിക്കാൻ പറയുകയാണ്, 24 മണിക്കൂർ അധ്വാനിച്ചതിന് ശേഷം വീണ്ടും അധ്വാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും. ഇതിനെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇതിനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശരീരത്തിനെല്ലാം ഒരു പുതിയ ഒരു ഓജസ് ഉന്മേഷം വരും. അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മളെ മാതിരി തന്നെ നമ്മുടെ ഉള്ളിലെ ഇൻറ്റേർണൽ ഓർഗാൻസോ അതിനും റെസ്റ്റ് വേണം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് കൊടുത്ത് നോക്കൂ. അടുത്ത ആഴ്ച നിങ്ങൾക്ക് വയറിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ടത്. ഈ പേഷ്യൻ്റ്, അതായത് ഗ്യാസുള്ള പേഷ്യൻ്റ് വളരെ പ്രധാനമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ചായ, കാപ്പി എന്നുള്ളത്, പാലുൽപ്പന്നങ്ങൾ, പിന്നെ ഇറച്ചി, മീൻ, മുട്ട തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ പദാർത്ഥങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹോമിയോ, സിദ്ധ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രം ആശ്രയിക്കുക. എത്ര ഗ്യാസുള്ളവരും വിശപ്പില്ലാത്തവരും പ്രകൃതി ചികിത്സയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരു 3 ദിവസം ഉപവാസം എടുക്കുമ്പോഴേക്കും സമയത്തും അവർ ചിലപ്പോൾ ആ ഡോക്ടറെ തന്നെ ചിലപ്പോൾ അവർ ശാപ്പിടാൻ പോകും, അത്രയധികം വിശപ്പുണ്ടാവും. അപ്പോൾ പ്രകൃതി ചികിത്സയിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ സാധാരണ ഇംഗ്ലീഷ് മരുന്നെല്ലാം കഴിച്ചിട്ട് ഗ്യാസ് എല്ലാം ഉണ്ടായിട്ട് മാറാതെ പ്രകൃതി ചികിത്സയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരാഴ്ച നിങ്ങൾ ഉപവാസം കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇരുമ്പിനെ അടക്കം ചിലപ്പോൾ കടിച്ചു തിന്നും, അത്രയധികം വിശപ്പ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത് നന്മ നിറഞ്ഞ വൈദ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.